നമ്മളെല്ലാവരും നമ്മളെ അന്തസ്സും അഭിമാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അന്തസ്സുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിന് നല്ല ചൊറുക്കുണ്ടാവും അങ്ങനെ ഈ കാര്യം ശീലിക്കുന്ന ആൾക്കാർ. പറഞ്ഞാൽ മുഖത്ത് ഒരു ടെൻഷനും ഒരു ഇതൊന്നും കാണൂല, അന്തസ്സുണ്ടാവും. ഓലെ മുഖത്തേക്ക് നോക്കിയാൽ അന്തസ്സുണ്ടാവും. ഒന്നെന്താണറിയോ? അൽ വഫാഉ ബിൽ അഹദ്, കരാറ്, വാഗ്ദാനം പാലിക്കുന്ന ആൾക്കാർ. വാഗ്ദാനം ലംഘിക്കുന്ന ആൾക്കാർ കള്ളന്മാരൻ്റെ കരം. ഓലെ മുഖത്ത് നോക്കി അറിയാൻ കഴിയുന്നു ഒരു കാര്യം, വാഗ്ദാനം ലംഘിക്കുന്ന ആൾക്കാർ. അപ്പോൾ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് ഒന്നാം വൽ വഫാഉൽ രണ്ട് വൽ കർമ്മ്, ഔദാര്യം, ധർമ്മം ചെയ്യുക, ഔദാര്യം കാണിക്കുക. അത് അന്തസ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ വൽ കലാമു ത്വയ്യിബ്, നല്ല വാക്ക് പറയാം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആൾക്കാർ നല്ലത് പറയട്ടെ, മിണ്ടാതിക്കട്ടെ. അപ്പോൾ കലാമു ത്വയ്യിബ്, നല്ലത് വിശുദ്ധമായത് പറയാന്നുള്ളത് അത് അന്തസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളൊരു കച്ചറി പെട്ടു, തമ്മിൽ അടിപൊളിയാണ്, നമ്മൾ അന്തസ്സും അഭിമാനവും വിട്ട് സംസാരം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. വൽ കലാമു ത്വയ്യിബ്, നല്ല വാക്ക് പറയാം. മറ്റൊന്ന് താഅത്തുള്ള, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹിനെ അനുസരിക്കുക, ആ 4 കാര്യങ്ങൾ ഒരാളുണ്ടെങ്കിൽ അന്തസ്സ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു.